സോ ഹായ് എവരി വൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ലിനക്സിൻ്റെ കുറച്ച് കമാൻഡുകൾ നമ്മൾ നോക്കും. അതുപോലെ തന്നെ കമാൻഡ് എങ്ങനെയാണ് ലിനക്സിൽ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ഓവർവ്യൂ നമ്മൾ നോക്കും. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത് ഒരു കമാൻഡ് അടിക്കുമ്പോൾ, അതുപോലെ കമാൻഡ്, ടെർമിനല്, ഷെല്ല് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ കമാൻഡ് എല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇനിയും വരാൻ പോകുന്ന പല വീഡിയോകളുടെ ഒരു ബേസ് പോലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി, മനസ്സിലായില്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം ഇത് അത്രയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഒട്ടും തന്നെ സമയം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കയറാം. അതിനു മുന്നേ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഇനിയും വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. സോ വെൽക്കം അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഈ ഒരു സ്ക്രീൻ വരെയായിരുന്നു. നമ്മൾ എത്തി നിന്നത് ഇവിടെ വരെയായിരുന്നു. അതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിന്റെ മുകളിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെർമിനൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ടെർമിനൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ ഇതിലുള്ള മോസ്റ്റ് ഓഫ് ദ തിങ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ആപ്ലിക്കേഷനിലായിരിക്കും. സോ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ തുറക്കണമെന്നാണ് ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അത് തുറക്കാൻ ഒത്തിരി വഴികളുണ്ട്. ഇവിടെ കാണുന്ന ടെർമിനൽ എമുലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ തുറന്നു വരും. ഏറ്റവും എളുപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓൾ ആപ്സിൽ പോയി കഴിഞ്ഞാലും ഫേവറേറ്റ്സിൽ ടെർമിനൽ എമുലേറ്റർ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് തുറക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾ ആപ്സിൽ വീണ്ടും പോയി കഴിഞ്ഞാൽ ടെർമിനൽ എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനൽ എമുലേറ്റർ വരും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുറക്കാം. പിന്നെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് എന്താ, ഡെവലപ്പേഴ്സും കോഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ആൾട്ട് ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട്, ഇതെല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. അവർ മാത്രമല്ല, എല്ലാവരും യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ലിനക്സിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിക്കുമുള്ള ഒരു ലിനക്സ് എന്ന് പറയുന്നതിന് മൗസ് നമ്മൾ യൂസ് ചെയ്യില്ല. ഓൾവേസ് വി വിൽ യൂസ് എന്താ പറയുന്നത്, നമ്മുടെ കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് ലിനക്സിൽ. സോ അപ്പം മൗസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ കൂടുതലും കീബോർഡ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ കൺട്രോൾ ആൾട്ട് ടി എന്ന് പറയുന്ന ആ ഒരു ഈ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് നിങ്ങൾ തുറക്കേണ്ടത്. ടി ഫോർ ടെർമിനൽ, അതാണ് മീനിങ് വരുന്നത്. സോ കൺട്രോൾ ആൾട്ട് ടി. സോ അങ്ങനെയാണ് നിങ്ങൾ തുറക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിനെ ഫുൾ സ്ക്രീനിൽ ഇടുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഞാൻ അതിനെ ജസ്റ്റ് സൂം ഇൻ ചെയ്യുകയാണ്. ഇത്രയും സൂംഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് എഡിറ്റിൽ പോയി സൂം ഇൻ കൊടുത്താൽ മതി. അവിടെ ഒരു ഷോർട്ട് കട്ട് അവർ പറയുന്നുണ്ട്, കൺട്രോൾ പ്ലസ്. ഞാനിപ്പോൾ ഇവിടെ കൺട്രോൾ പ്ലസ് ഞെക്കിയാണ് സൂം ഇൻ ചെയ്തത്. അതുപോലെ കൺട്രോൾ മൈനസ് ഞെക്കിയാൽ സൂം ഔട്ട് ആവും. സോ ഞാൻ ഇവിടെ ജസ്റ്റ് സൂം ഇൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സോ അങ്ങനെയാണ് നിങ്ങൾ സൂം ഇൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തോ, നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കായിരിക്കും, അല്ലേ? ഇപ്പൊ പൈത്തണിലാണെങ്കിൽ നിങ്ങൾ പ്രിന്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കും. പ്രിന്റ് ഓഫ് കോഡ്സിനകത്ത് ഹലോ വേൾഡ് കൊടുക്കും. അല്ല നിങ്ങളിപ്പോൾ സിയിലാണെങ്കിൽ എന്താ പ്രിന്റ് എഫ് വെച്ചിട്ടായിരിക്കും പ്രിന്റ് ചെയ്യിക്കുന്നത്. അതുപോലെ ജാവയിലാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ. അങ്ങനെ ഓരോരോ ഫംഗ്ഷനുകളായിരിക്കും ഓരോ ലാംഗ്വേജിലുള്ളത്. സോ ലിനക്സിലോട്ട് വരുമ്പോൾ വി ആർ യൂസിങ് ബാഷ്. ബാഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ എന്താണ് പ്രിന്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് എക്കോ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ഓക്കെ, കമാൻഡാണ്, ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കമാൻഡ്. ഫംഗ്ഷൻ പോലെ തന്നെയാണ്, സ്റ്റിൽ ഇറ്റ്സ് എ കമാൻഡ്. അങ്ങനെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുള്ളൂ. സോ എക്കോ എന്ന് പറയുന്ന ആ ഒരു കമാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്കോ സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യിക്കേണ്ടത് അതിനെ നമുക്ക് കോഡ്സിൽ കൊടുക്കാം, കോഡ്സിൽ അല്ലാതെ കൊടുക്കാം. ഞാനിപ്പോൾ കോഡ്സിൽ കൊടുത്ത് കാണിക്കാം. ഇവിടെ ഇപ്പം ഹലോ വേൾഡ് എന്ന് ഞാൻ കോഡ്സിൽ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവും. സോ ഞാൻ ഇതിനെ തന്നെ ഞാൻ കോഡ്സിൽ അല്ലാതെ കൊടുക്കുകയാണെന്ന് വെച്ചു, ഹലോ വേൾഡ് എന്ന കോഡ്സിൽ അല്ലാതെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് അതേ ഔട്ട്പുട്ട് തന്നെ വരും. സോ ഡിപ്പെൻസ്, അത് കോഡ്സ് ആണോ കോഡ്സ് ഇല്ലയോ എന്നൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അത് എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ പ്രിന്റ് ആവും. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും കൊടുക്കാം, എക്കോ സബ്സ്ക്രൈബ് എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് അതുപോലെ പ്രിന്റ് ആവും. മനസ്സിലായോ? സോ അങ്ങനെയാണ് ഈ ഒരു എക്കോ കമാൻഡ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ
ഇപ്പോ ഈ പറഞ്ഞ ഈ കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ബാഷ് സ്ക്രിപ്റ്റിന്റെ ക്ലാസ്സുകൾ പറയും. അപ്പം നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം. ഓക്കെ, ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചിലപ്പോൾ ബാഷ് സ്ക്രിപ്റ്റിങ്ങിന്റെ ബേസിക്സ് ഒക്കെ നോക്കും. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞേക്കാം. സോ എക്കോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ വേറൊരു കമാൻഡ് ഉണ്ട്, എൻകാൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. സോ എൻകാൽ എന്ന് പറയുന്ന കമാൻഡിന്റെ പ്രത്യേകത, അത് കാലിയിൽ ഇൻബിൽറ്റ് ആയിട്ട് ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിതിപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടോ, കമാൻഡ് എൻകാൽ നോട്ട് ഫൗണ്ട് ബട്ട് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് വിത്ത് സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻകാൽ. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. യെസ് ഓർ നോ വെച്ചിട്ട് ചോദിച്ചേക്കാണ്. വൈ അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും, നോ അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കും. സോ എന്താണിത്? സോ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ഒന്ന് ബേസിക്കലി പറയാം എന്താണ് സംഭവം എന്ന്. സോ എൻകാൽ എന്ന് പറയുന്നത് കാലിയുടെ റിപ്പോസിറ്ററിയിലുള്ള ഒരു ടൂളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. ഓക്കെ, കാലിയുടെ റിപ്പോസിറ്ററിയിലുള്ള ടൂളാണ്, പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിലില്ല. കാലിയുടെ റിപ്പോസിറ്ററി എന്ന് വെച്ചാൽ ക്ലൗഡിൽ വേറെ അങ്ങോ ഇരിക്കുന്ന ഒരു സെർവറിൽ ഇരിക്കുന്ന കുറേ ഫയൽസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ട്, ഇൻസ്റ്റാളബിൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോൾഡറിനകത്ത് ഒരുപാട് ഫോൾഡറുകളുണ്ട്. അതിൽ ഓരോ ഫോൾഡറും ഓരോ ടൂളിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഫോൾഡറാണ് എൻകാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോൾഡറിനെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ എൻകാലിനെ യൂസ് ചെയ്യാൻ പറ്റും ഒരു കമാൻഡായിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പക്ഷേ ഇവിടെ എസ് കൊടുത്താലും എന്നോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കമാൻഡാണ് ഇവിടെ റൺ ചെയ്യിച്ചേക്കുന്നത് അല്ലേ, സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻകാൽ. ഞാനിപ്പം കാലി എന്നാണ് എൻ്റെ പാസ്വേഡ് കൊടുക്കുന്നത്. കാരണം എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്ന കാലിയായിരുന്നു, പാസ്വേഡ് എന്ന് പറയുന്നതും കാലിയായിരുന്നു. അപ്പോൾ കാലിയുടെ പാസ്വേഡാണ് ഞാൻ കൊടുക്കേണ്ടത്. കാലി എന്ന് തന്നെ ഞാൻ പാസ്വേഡ് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അണേബിൾ ടു ലൊക്കേറ്റ് ദ പാക്കേജ് എൻകാൽ, ഇങ്ങനെ ഒരു എറർ മെസ്സേജ് ആണ് എനിക്ക് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കാലി ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ, നമ്മൾ വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഒരു റിപ്പോസിറ്ററിയിലുള്ള കണ്ടന്റ്, അതായത് ക്ലൗഡിൽ ഇരിക്കുന്ന കാലിയുടെ റിപ്പോസിറ്ററിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ സിസ്റ്റത്തിന് അറിയില്ല. അതിനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പാക്കേജ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കറക്റ്റ് ലൊക്കേഷനൊക്കെ കാലിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ലൊക്കേഷനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സ്യൂഡോ ആപ്റ്റ് അപ്ഡേറ്റ്. ഇതിപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഡെയിലി ചിലപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡുകളായിരിക്കും. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. സോ ഇപ്പം നിങ്ങൾ ഇത്ര ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവരുടെ ആ റിപ്പോസിറ്ററി നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ. അതിനുവേണ്ടിയാണ് സ്യൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് MB വരും, അത് പെട്ടെന്നാവും. അതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ എൻകാൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു കമാൻഡ് വെച്ചിട്ട്, അതായത് സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻകാൽ, ഈ ഒരു കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ടൂളും ബേസിക്കലി കാലിയുടെ റിപ്പോസിറ്ററിയിലുള്ള എല്ലാ ടൂളുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എൻകാലിന്റെ സ്ഥാനത്ത് വേറൊരു ടൂളിന്റെ പേര് കൊടുത്താൽ ആ ടൂൾ ആയിരിക്കും ഡൗൺലോഡ് ആവുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ സിസ്റ്റത്തിലോട്ട്. സോ ഈ ഒരു കമാൻഡ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേതായി ഞാൻ റൺ ചെയ്യിച്ച സ്യൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പം ഇത്രയും MB കൊടുത്തിട്ട് 70.6 MB ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്തിട്ടുണ്ട്. അത്രയും സാധനങ്ങളുണ്ട്, അത്രയും പാക്കേജുകളുണ്ട് കാലിയുടെ ക്ലൗഡിൽ ഇരിക്കുന്ന റിപ്പോസിറ്ററിയിൽ. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ 1968 പാക്കേജ് അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ പറയുന്ന എൻകാൽ. സോ എനിക്ക് അതിനെ ലിസ്റ്റ് ചെയ്യിക്കാൻ വേണമെങ്കിൽ ഇവർ ഈ പറഞ്ഞേക്കുന്ന കമാൻഡ് വെച്ചിട്ട് ഏതൊക്കെയാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അപ്ഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ആപ്പ് തന്നെ അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഉള്ള. ഓക്കെ, അപ്പൊ ഞാൻ അപ്ഗ്രേഡ് ഇപ്പൊ സ്യൂഡോ ആപ്പ് അപ്ഗ്രേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പുതിയൊരു കാര്യം ഇൻസ്റ്റാൾ ആവും, ലേറ്റസ്റ്റ് വേർഷനിലോട്ട് അപ്ഡേറ്റ് ആവും. മനസ്സിലായോ? അതാണ് സംഭവിക്കുന്നത്. സോ ഇപ്പോ ഞാൻ ഈ ഒരു കമാൻഡിനെ റൺ ചെയ്യിക്കുകയാണ്. ഇത് എനിക്ക് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സെലക്ഷനെ ഞെക്കാം, അല്ലെങ്കിൽ എനിക്ക് Ctrl+Shift+V ഞെക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എനിക്ക് കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+Shift+C ഞെക്കണം. ഓക്കെ, നമ്മൾ നോർമലി Ctrl+C-യും Ctrl+V-യും ആണ് കോപ്പി പേസ്റ്റ് വേണ്ടിയുള്ള കമാൻഡ്. പക്ഷേ ലിനക്സിന്റെ ടെർമിനലിലോട്ട് വരുമ്പോൾ ഷിഫ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, Ctrl+Shift+C-യും Ctrl+Shift+V-യും ആണ് ചെയ്യേണ്ടത്. അത് മിക്ക ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഷോർട്ട് കട്ട്. ഞാനിപ്പോൾ സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ എൻകാൽ എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതിപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്.
അങ്ങനെ ഒരു എറർ വരുന്നില്ല എനിക്ക്. അതിപ്പോൾ ഇൻസ്റ്റാൾ ആയി. ജസ്റ്റ് 19.7 KB ഉള്ളായിരുന്നു ഡൗൺലോഡ് സൈസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി. അത് ഇൻസ്റ്റാളും ആയി. ഇതേണ്ട ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഈ സാധനത്തിനെ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അതായത് കാലി റോളിങ്ങിനകത്ത് ഈ ഒരു സൈറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാക്കേജ് കാണാൻ പറ്റും, ബേസിക്കലി പറയുകയാണ്. സോ അങ്ങനെയാണ് ഈ സാധനം നമ്മൾ ആക്ച്വലി ഡൗൺലോഡ് ചെയ്തത്. അതിനകത്ത് ഒരു ഡെബ് ഫയൽ ഉണ്ടായിരുന്നു, ഡെബിയൻ ഫയൽ ആയിരുന്നു. ആ ഡെബിയൻ ഫയലിനെയാണ് അൺപാക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിലോട്ട്. ഇപ്പോൾ ഭയങ്കര മെസ്സാണ് അല്ലേ? നമ്മുടെ ഈ ടെർമിനൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സാധനങ്ങൾ കിടക്കുകയാണ് അല്ലേ? ഇതിനെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതായത് എനിക്ക് നമ്മൾ തുറന്നപ്പോൾ ഉള്ള പോലെ എനിക്ക് കാണണം. അതിന് വേണമെങ്കിൽ എനിക്ക് പുതിയൊരു ടെർമിനൽ ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ വേറൊരു ടെർമിനൽ വരും. എനിക്ക് ജസ്റ്റ് സൂം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ല, എനിക്ക് വേറെ ടെർമിനൽ തുറക്കാതെ തന്നെ ഇത് ക്ലിയർ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമുണ്ട്. ക്ലിയർ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, ഞാനിപ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞ് അടിച്ചു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിയർ ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കമാൻഡോടെ പറയാം. ഞാനിപ്പോൾ വീണ്ടും എക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ റൺ ചെയ്യിച്ചു എന്ന് വിചാരിക്കാം. ഇനി എനിക്ക് ഇതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ എനിക്ക് കൺട്രോൾ L എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടും ഉണ്ട്. അത് ചെയ്താലും എനിക്ക് ആക്ച്വലി സ്ക്രീൻ ക്ലിയർ ആവും. ക്ലിയർ ഒന്നും അടിക്കണ്ട, ഓക്കെ, ടൈപ്പ് ചെയ്യാതെ തന്നെ എനിക്ക് ക്ലിയർ ആക്കാം. അപ്പം ഇവിടെ കൺട്രോൾ Lന് വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ക്ലിയർ ആവുന്നില്ല, ജസ്റ്റ് ഒരു പുതിയ ഇൻസ്റ്റൻസ് പോലെ താഴോട്ട് സ്പേസ് ഇട്ടിട്ട് തുടങ്ങുകയാണ്. അത് ആക്ച്വലി പഴയ കമാൻഡുകളെല്ലാം മേളിൽ കിടപ്പുണ്ട്. ഞാൻ എക്കോ സബ്സ്ക്രൈബ് അടിച്ചത് കിടപ്പുണ്ട്. പക്ഷെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനല്ല, ക്ലിയർ ചെയ്താൽ മൊത്തം ക്ലിയർ ആവും. അതുവരെ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ഓക്കെ, സോ അങ്ങനെയാണ് ക്ലിയറും കൺട്രോൾ Lലും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിത് റെഗുലർലി നിങ്ങൾ ഇനി യൂസ് ചെയ്തേക്കാവുന്ന ഒരു സാധനമാണ്. കാരണം മെസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് വിസിബിലിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സോ അങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ടൂളിന്റെ പേരെന്തായിരുന്നു? എൻകാൽ എന്ന് പറയുന്ന ഒരു ടൂളായിരുന്നു. ഇപ്പൊ കണ്ടോ എന്റെ കളർ മാറി. മുമ്പേ എൻകാൽ അടിച്ചപ്പോൾ വൈറ്റ് കളറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ ബ്ലൂ കളറിലാണ് വരുന്നത്. കാരണം കാലിയുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ട് എൻകാൽ എന്ന് പറയുന്ന ആ ഒരു ടൂള് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അതിനെ നീല കളറിൽ അവർ കാണിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഡിസ്പ്ലേ ആവുന്നത്? കലണ്ടറാണ് ഡിസ്പ്ലേ ആവുന്നത്. അതായത് ജാനുവരി 2025 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ കലണ്ടറാണ്, ആ മാസത്തെ വർഷത്തെ കലണ്ടറാണ് എനിക്ക് ഡിസ്പ്ലേ ആവുന്നത്. എന്തുകൊണ്ട് ജാനുവരി 2025 ഡിസ്പ്ലേ ആയി എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2-ാം തീയതിയാണ്. അതായത് ജാനുവരി 2-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഇങ്ങനൊരു സാധനം ഡിസ്പ്ലേ ആയത്. അപ്പം ഞാൻ എൻകാൽ വെറുതെ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ കറണ്ട് ഡേറ്റിലെ ആ ഒരു കലണ്ടർ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. കറണ്ട് ഡേറ്റിലെ, കറണ്ട് മന്തിലെ, കറണ്ട് ഇയറിലെ ആ ഒരു മന്തിലെ കലണ്ടർ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. സോ എനിക്ക് ഇങ്ങനെ കൊടുക്കാം. സോ അല്ലാതെ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ വർഷത്തെ മൊത്തം കലണ്ടർ എനിക്ക് കാണണം. അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എൻകാൽ എടുത്തിട്ട് 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വർഷത്തെ മൊത്തം കലണ്ടറും ആക്ച്വലി ഡിസ്പ്ലേ ആവും. ഞാനൊരു സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരി തൊട്ട് ഈ പറയുന്ന ഡിസംബർ വരെയുള്ള ഫുൾ കലണ്ടർ എനിക്ക് ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ആയി വരുന്നുണ്ട്. ഇല്ലേ? നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിംപ്ലി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രയും ഡിസ്പ്ലേ ആയി വരുന്നുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അതിൽ തന്നെ 2 ഹൈലൈറ്റഡ് ആണ്. കാരണം ഞാൻ 2-ാം തീയതിയാണ് ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2-ആണ്, ജാനുവരി 2-ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 2 ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. 2024 ഇതിലെന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം ഇതെല്ലാം കഴിഞ്ഞു പോയി, ഈ ദിവസം ഒന്നും അല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹൈലൈറ്റഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. അതേസമയം ഇവിടെ ഹൈലൈറ്റഡ് കാണിച്ചത് എന്തുകൊണ്ടാണ്? ജാനുവരി 2-ലാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹൈലൈറ്റഡ് ആയിട്ട് കാണിച്ചത്. സോ അങ്ങനെയാണ് എൻകാലിന്റെ വർഷം. അല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ കൊടുത്തതിന്റെ പേര് ഇൻപുട്ട് എന്നാണ്. ഓക്കെ, അത് ഈ വീഡിയോയിൽ തന്നെ എന്താണെന്ന് പറയാം. അല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻകാൽ -y എന്ന് കൊടുക്കാം. ഇതിനെ സ്വിച്ച് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് വിളിക്കും. ഞാൻ -y കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ, ഇപ്പൊ ഏതാണോ വർഷം ആ വർഷത്തെ ഫുൾ കലണ്ടർ ആക്ച്വലി ഡിസ്പ്ലേ ആവും. -y എന്ന് വെച്ചാൽ ഇയർ ആണ്. ഓക്കെ, ഇയർ സ്പെസിഫൈ ചെയ്യാനാണ്. -y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഏത് കലണ്ടർ ആണോ അത് ഫുൾ ഡിസ്പ്ലേ ആവും. അപ്പൊ 2025 ഫുൾ കലണ്ടർ ഡിസ്പ്ലേ ആയി. എനിക്ക് 2025 എന്നും കൊടുക്കാം, -y എന്നും കൊടുക്കാം. അപ്പം 2 ഡിഫറെന്റ് രീതിയിൽ എനിക്ക് ഒരേ ഔട്ട്പുട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പറഞ്ഞു മനസ്സിലായി? സോ ഇങ്ങനെയാണ് എനിക്ക് എൻകാൽ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പം മുമ്പേ പറഞ്ഞ പോലെ ഇത് ഭയങ്കര മെസ്സായി. ഞാൻ കൺട്രോൾ L എനിക്ക് ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ ക്ലിയർ എന്നടിച്ചിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാം. 2 രീതിയിലും എനിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്തു. സോ എനിക്ക് പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് എനിക്കറിയാൻ പറ്റും. ഞാനിപ്പം പറഞ്ഞല്ലോ ഓൾറെഡി ജാനുവരി 2-ലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് സമയം, ഇതല്ല ശരിക്കും സമയം. അത് EST-ലൊക്കെ ആയതുകൊണ്ടൊക്കെ മാറി വരുന്നതാണ്. അതുപോലെ വെർച്വൽ മെഷീനിനകത്തല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടൊക്കെ മാറി വരുന്നതാണ്. എനിവേ 2-ആണ് എൻ്റെ ശരിക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത്, തേഴ്സ്ഡേ ജാനുവരി 2.
സോ 2025. സോ അങ്ങനെയാണ് ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ഇതിനെ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ നിങ്ങൾ റെഗുലർലി ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്, അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഓർത്തിരിക്കുക. സോ ഇത്രയും നേരം ഞാൻ പല കാര്യങ്ങളും ചെയ്തു അല്ലേ. എനിക്ക് ഞാൻ നേരത്തെ ചെയ്ത ഒരു കമാൻഡ് ഓർമ്മയില്ല ഏതായിരുന്നു എന്ന്. ഓക്കെ, നേരത്തെ ഞാനൊരു കമാൻഡ് അടിച്ചു, അത് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ നേരത്തെ അടിച്ച കമാൻഡ് ഇച്ചിരി വലുതായിരുന്നു, അതെനിക്ക് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യാൻ വയ്യ. അപ്പൊ അതിനെ എനിക്ക് തിരിച്ചെടുക്കണം. അതിനെനിക്ക് ഒത്തിരി വഴികളുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് എനിക്ക് മേലോട്ടുള്ള ആരോ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക, ആ കമാൻഡ് വരുന്നിടം വരെ. കണ്ടോ, ഞാനിപ്പോൾ റൺ ചെയ്യിച്ച എല്ലാ കമാൻഡുകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, മുകളിലോട്ടുള്ള ആരോ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന. ഓക്കെ, എനിവേ അതാണ് എനിക്കുള്ള ഒരു വഴി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന വേറൊരു കമാൻഡ് യൂസ് ചെയ്യാം. ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്താൽ ഞാൻ ഇത്രയും നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ നേരത്തെ റൺ ചെയ്യിച്ചാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ റൺ ചെയ്യിച്ച കുറച്ച് കാര്യങ്ങളാണ്. എനിവേ അത് നിങ്ങൾ നോക്കണ്ട, ഇത് നോക്കിയാൽ മതി, ഇത്രയും നോക്കിയാൽ മതി നിങ്ങൾ. ഇവിടെ തൊട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എൻകാൽ 2025 എന്ന് പറയുന്ന കമാൻഡ് വീണ്ടും എടുക്കണമെന്ന് വിചാരിക്കാം. എനിക്ക് അടിക്കാൻ വയ്യ, പെട്ടെന്ന് എനിക്ക് അതിനെ ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യാം. എക്സ്ക്ലമേഷൻ മാർക്ക് 21 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 21ാമത്തെ ഈ ഒരു കമാൻഡിനെ ഓടിക്കണമെങ്കിൽ എനിക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് 21 എന്ന് അടിക്കാം. അപ്പം ദേ കണ്ടോ, അടുത്ത സ്ക്രീനിൽ എൻകാൽ 2025 എന്ന് പറഞ്ഞൊന്ന് എൻ്റർ ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കലണ്ടർ ഡിസ്പ്ലേ ആവും. പറഞ്ഞു മനസ്സിലായോ? അത്ര സിമ്പിളാണ്, അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഞാൻ ക്ലിയർ ചെയ്തു, എന്നിട്ട് വീണ്ടും ഞാൻ ഹിസ്റ്ററി കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഇത് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഹിസ്റ്ററി എന്ന് കൊടുത്തപ്പോൾ തന്നെ എനിക്കത് ഓട്ടോ ഫില്ല് പോലെ വന്നു. കണ്ടോ, ഇവിടെ അതെ ആക്ച്വലി TORY ഞാൻ അടിച്ചിട്ടില്ല, അവിടെ എനിക്ക് അവർ കാണിക്കുന്നുണ്ട് ബോൾഡ് അല്ലാത്ത രീതിയിൽ. അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അതാണെങ്കിൽ എനിക്ക് എങ്ങനെ ഓട്ടോ ഫില്ല് ചെയ്യാം? ഒന്നെങ്കിൽ എനിക്ക് ടാബേ ഞെക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിസ്സിൽ തുടങ്ങുന്ന എല്ലാ കമാൻഡുകളും ആക്ച്വലി കാണിക്കും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ T അടിച്ചു, എന്നിട്ട് ഫോർ എക്സാമ്പിൾ എൻ്റർ അടിച്ചു. ഞാൻ ഇവിടെ HIS വരെ അടിച്ചു, TORY ആണല്ലോ വന്നേ. ഞാൻ ഇവിടെ റൈറ്റിലോട്ടുള്ള ആരോ ഞെക്കി കഴിഞ്ഞാൽ അത് ഓട്ടോ ഫിൽ ആവും. അതായത് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിലോട്ടുള്ള ആരോ ഞെക്കിയാൽ മതി, ജസ്റ്റ് ഓട്ടോ ഫിൽ ആവും. അപ്പൊ ഞാൻ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി വീണ്ടും ഡിസ്പ്ലേ ആവും. സോ അങ്ങനെയാണ് എനിക്ക് ഹിസ്റ്ററി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് ഞാൻ റൺ ചെയ്യിച്ച കമാൻഡ് എനിക്ക് ഒറ്റയടിക്ക് എടുക്കണമെങ്കിൽ, ഇപ്പം ലാസ്റ്റ് ഞാൻ റൺ ചെയ്യിച്ച ഹിസ്റ്ററി എന്ന് പറയുന്ന കമാൻഡാണ് അല്ലേ. അതാണെങ്കിൽ എന്ത് ചെയ്യും, 2 എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ഏതാണ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ആ ഒരു കമാൻഡ് റൺ ആവും. ഇപ്പം ഞാൻ 2 എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാലോ ലാസ്റ്റ് റൺ ചെയ്യിച്ച കമാൻഡ്, അതായത് ഹിസ്റ്ററി ആണ് ലാസ്റ്റ് റൺ ചെയ്യിച്ച കമാൻഡ്, അത് പ്രിന്റ് ആവും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ക്ലിയർ ചെയ്തു, എന്നിട്ട് ഞാൻ എക്കോ സൈബർ ക്ലബ് എന്ന് അടിക്കുകയാണെന്ന് വെച്ചു, സൈബർ ക്ലബ് എന്ന് ഞാൻ പ്രിന്റ് ചെയ്യിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ലാസ്റ്റ് റൺ ചെയ്യിച്ച കമാൻഡ്. അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, 2 എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ മതി. കണ്ടോ, എക്കോ സൈബർ ക്ലബ് എന്നുള്ള ആ കമാൻഡ് ഡിസ്പ്ലേ ആയി വന്നു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് റൺ ആവും. അപ്പൊ ആ ഒരു കമാൻഡിനെ എനിക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ലിനക്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അഗൈൻ ക്ലിയർ ചെയ്തു. സോ എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു ടെർമിനലിനെ നിങ്ങൾ ക്ലോസ് ചെയ്യണം. അതാണ് നിങ്ങൾ ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനും ഒത്തിരി വഴികളുണ്ട് ആക്ച്വലി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സ് കൊടുക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം, നോർമലി നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ. അല്ലാതെ നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് ക്വിറ്റ് അടിക്കാം. അല്ലാതെ ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+D എന്ന് പറയുന്ന ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്. ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു കമാൻഡ് വെച്ചിട്ട് എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എക്സിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഓക്കെ, എക്സിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇതിനെ എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റർ അടിച്ചു, എക്സിറ്റ് ആയി. കണ്ടോ, ആ ഒരു ടെർമിനൽ ക്ലോസ് ആയി. എഗെയിൻ ഞാൻ Ctrl+Alt+T വെച്ചിട്ട് തുറന്നു. നിങ്ങൾക്ക് കാണില്ല എങ്കിൽ Ctrl+C ഞാൻ അടിച്ചു, സൂം ചെയ്തു. ഓക്കെ, ഈ കമാൻഡ്സ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, നല്ല കാര്യമാണ് കമാൻഡ് വെച്ച് എന്ന് വെച്ചാൽ ആ ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് ഞാൻ Ctrl+D വെച്ചിട്ട് ക്ലോസ് ചെയ്തു. Ctrl+D ഞെക്കിയാൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. Ctrl+Alt+T വെച്ചിട്ട് ഓപ്പൺ ചെയ്തു, Ctrl+ വെച്ചിട്ട് സൂം ഇൻ ചെയ്തു, Ctrl+D വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെയാണ് ബേസിക്കലി ടെർമിനൽ ഓപ്പണും ക്ലോസും സൂമും ഒക്കെ ചെയ്യുന്ന ഷോർട്ട് കട്ടുകൾ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ലിനക്സിന്റെ ആ ഒരു ടെർമിനലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ സ്യൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ അതൊക്കെ നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എനിവേ ബേസിക്കലി എന്താണ് ലിനക്സ്, എങ്ങനെയാണ് ആ ടെർമിനലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇനി നമുക്ക് ആ കമാൻഡുകളെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, അതുപോലെ ഷെല്ല്, ടെർമിനൽ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇനിയും പറയാം. ഓക്കെ, സോ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെൽ എന്താണെന്നാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെയുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ആ ഒരു ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസർ എടുത്തു. അത് കാലിക്കത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്രൗസറാണ്. ഓക്കെ, വേറെ ഒന്നും വരുന്നില്ല അതിനകത്ത് ആക്ച്വലി. സോ ലിനക്സ് ഷെൽ എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ ലിനക്സ് ഷെൽ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം വരുന്ന ഇമേജസ് ഞാൻ എടുത്തു. അതിൽ ഞാൻ രണ്ടാമത് ഈ കണ്ട ഇമേജിനെ ജസ്റ്റ് വ്യൂ ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇമേജ്, ന്യൂ ടാബ് കൊടുത്തു, അവിടെ ഇമേജ് തുറന്നു വന്നു. സോ ഈ കാണുന്ന ഒരു ഇമേജ് വെച്ചിട്ട് ഞാൻ ഷെൽ എന്താണ് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇതിൽ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ് കാണുന്ന കണ്ടോ, wget, cat, nano, ls, el, ഈ പറയുന്ന ഒക്കെ നമ്മൾ കയറ്റി വിടുന്ന കമാൻഡുകളാണ്. ഓക്കെ, ഈ നാനോ എന്നൊക്കെ പറയുന്നത് ഒരു എന്താ കമാൻഡ് ലൈൻ ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഓക്കെ, കാറ്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ, ls ലിസ്റ്റ് ചെയ്യിക്കാൻ ഫയൽസിനെ, wget ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ചെയ്ത എക്കോയെ അതെല്ലാം ആക്ച്വലി ഒരു യൂട്ടിലിറ്റി ആയിട്ട് വരും. ഓക്കെ, ഈ യൂട്ടിലിറ്റിക്കകത്ത് വരുന്നതാണ് ഈ പറയുന്ന കമാൻഡുകളെല്ലാം. ആ പറയുന്ന എൻകാൽ, നമ്മളിപ്പോൾ ചെയ്ത കാലണ്ടറിന്റെ ആ ഒരു സംഭവം, അതെല്ലാം ആക്ച്വലി യൂട്ടിലിറ്റീസിനകത്ത് വരും. ഓക്കെ, ഈ യൂട്ടിലിറ്റീസിനെ നമ്മൾ കയറ്റി വിടുന്നത് ഷെല്ലിലോട്ടാണ്. ടെർമിനൽ എന്താണെന്ന് നോക്കിയിട്ട് ഷെല്ലിലോട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഒത്തിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെല്ലുണ്ട്, CSH, ബാഷ്, KSH. അപ്പൊ ഈ ഒരു വിട്ട കമാൻഡിനെ ഷെല്ല്, ഓരോ ഷെല്ലും ഓരോ രീതിയിലായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു ലാംഗ്വേജിന്റെ ഷെല്ലാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളം ലാംഗ്വേജിന്റെ ഒരു ഷെല്ലാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നതെന്ന് വിചാരിക്കാം. അതിൽ കൂടെ ഞാൻ ചോർ എന്ന് പറയുന്ന ഒരു വാക്ക് കയറ്റി വിടുകയാണെന്ന് വെച്ചാൽ, ചോറ്, നമ്മുടെ റൈസ് ഇല്ലേ, അതാണ് ചോറെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചോറെന്ന് പറയുന്ന ഈ ഒരു സാധനം കയറ്റി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത് ചോറിന്റെ പടമായിരിക്കും എന്ന് വിചാരിക്കാം. ചോറിന്റെ പടമാണ് എനിക്ക് ഔട്ട്പുട്ട് വന്നത്, അതായത് നമ്മുടെ റൈസിന്റെ പടമാണ് എനിക്ക് ഔട്ട്പുട്ട് വന്നത്. അതേസമയം ഞാൻ ഇതേ ചോറ് എന്ന് പറയുന്ന കമാൻഡ് ഹിന്ദിയുടെ ഷെല്ലിൽ കൂടെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കള്ളന്റെ പടമായിരിക്കും, അല്ലെ? ആ ഒരു ഷെല്ല് എന്ന് പറയുന്നത് ഹിന്ദിയുടെ ഷെല്ല് മലയാളം ഷെല്ല് ഇന്റർപ്രറ്റ് ചെയ്ത പോലെ അല്ല അതിനെ ഇന്റർപ്രറ്റ് ചെയ്തത്, വേറൊരു രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയത്. സോ അതാണ് ഷെല്ല് എന്ന് പറയുന്നത്. ഓരോ ഷെല്ലും ഓരോ രീതിയിലാണ് കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതാണ് ഷെല്ലുകൾക്കുള്ള വ്യത്യസ്തത. ഇപ്പൊ ബാഷ് ഷെല്ല് എടുക്കുന്ന പോലെ ആയിരിക്കില്ല KSH ഷെല്ല് എടുക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല CSH ഷെല്ല് എടുക്കുന്നത്. സോ എന്താണെങ്കിലും അപ്പം ഓരോ ഷെല്ലും ഓരോ രീതിയിലായിരിക്കും ഇതിനെ എടുക്കുന്നത്. സോ ഈ എടുത്ത കാര്യങ്ങളെ കെർണലിലോട്ട് കയറ്റി വിടും, എന്നിട്ട് അവിടെ പല കാര്യങ്ങളും ചെയ്തിട്ട് അതിനെ തിരിച്ച് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. സോ ഇതാണ് ബേസിക്കലി പറയുന്നത് ഷെല്ല്. സോ എന്താണ് ടെർമിനൽ? ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഞാനിവിടെ ടെർമിനൽ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത് എടുക്കുകയാണ്, ജസ്റ്റ് സൂമിൻ ചെയ്യുകയാണ് കാണാൻ വേണ്ടി. ഈ കാണുന്ന സാധനം എന്താണ്? ഈ കാണുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സാധനമാണ് നമുക്ക് ഷെല്ലിലോട്ടുള്ള ആക്സസ് തരുന്നത്, അല്ലെങ്കിൽ ഇതൊരു വിൻഡോ പോലെ ആക്ട് ചെയ്യും. എന്തിലോട്ട്? ഷെല്ലിലോട്ടുള്ള ഒരു വിൻഡോ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ടെർമിനലും ഷെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഈ പറയുന്ന ബാഷും CSHും എല്ലാം എനിക്ക് എടുക്കാൻ പറ്റുന്ന എവിടുന്നാ? ഈ ഒരു ടെർമിനൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ടെർമിനൽ വെച്ചിട്ടായിരിക്കും ഈ ഷെല്ലെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായി? അതാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ഇതൊരു വിൻഡോ പോലെ ആക്ട് ചെയ്യും എല്ലാ ഷെല്ലിലോട്ടുമുള്ള. സോ ഇപ്പൊ ഞാൻ കറന്റ് ഏത് ഷെല്ലാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് എക്കോ കമാൻഡ്, നമ്മൾ പഠിച്ച എക്കോ കമാൻഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എക്കോ കമാൻഡിൽ ഞാൻ ഇപ്പോൾ ബാഷ് ലൈക്ക് ഷെൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാന്ന് വെച്ചു, ക്യാപിറ്റൽ ഷെൽ എന്ന് ടൈപ്പ് ചെയ്യാന്ന് വെച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷെൽ എന്ന് പറഞ്ഞായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലേ? ഷെൽ എന്ന് പറഞ്ഞ് വെറുതെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലേ? കാരണം ഞാൻ ഷെൽ എന്നാണ് കൊടുത്തത്. അതേസമയം ഞാൻ ഈ ഷെല്ലിന്റെ കൂടെ ഒരു ഡോളർ സൈൻ കൂടെ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം ഇത് ആക്ച്വലി ഒരു വേരിയബിൾ ആയിട്ട് മാറും. എന്താണ് വേരിയബിൾ? നിങ്ങൾ ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാനിപ്പോൾ A എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് കൊണ്ട് 3 എന്ന് പറയുന്ന ഒരു വാല്യൂനെ വെച്ചു, എന്നിട്ട് ഞാൻ A പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരിക്കും പ്രിന്റ് ആവുന്നത്. സോ ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ കാല് തന്നെ ഷെൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു വാല്യൂം ഉണ്ട്. ഓക്കെ, ഏത് ഷെല്ലാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെൽ ഏതാണോ അതായിരിക്കും. ഇവിടെ വരുന്നത് യൂസർ ബിൻ ZSH. ഈ ഒരു ലൊക്കേഷനിലുള്ള ZSH എന്ന് പറയുന്ന ഷെല്ലാണ് നമ്മൾ
യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്. ഓക്കെ, അതാണ് ഇപ്പോൾ എനിക്ക് ഡിസ്പ്ലേ ആയി വന്നത്. സോ ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഷെല്ല് എന്ന് പറയുന്ന സംഭവം. ഷെല്ലും ടെർമിനലും തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലെ ഒരുപാട് ഷെല്ലുണ്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ. അതിനെപ്പറ്റി ഇച്ചിരൂടെ കഴിയുമ്പോൾ നമുക്ക് പറയാം വേറെ ഷെല്ലുകളെ പറ്റി. സോ എനിവേ, അതാണ് ഷെല്ല് എന്ന് പറയുന്ന ഒരു സാധനം. ഞാനിപ്പോൾ ഇവിടെ കൺട്രോളിലേക്ക് ക്ലിയർ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ കമാൻഡുകൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതായത് സിസ്റ്റം എങ്ങനെയാണ് കമാൻഡുകളെ ഫെച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ സൈബർ ക്ലബ് എന്ന് പറഞ്ഞ് ഒരു കമാൻഡ് അടിക്കാൻ നോക്കുക. സൈബർ ക്ലബ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഫൗണ്ട് ആയില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു കമാൻഡ് ഇല്ല എന്നുള്ള കാര്യം? അത് എവിടൊക്കെയോ പോയി സെർച്ച് ചെയ്യുന്നുണ്ട് കമാൻഡുകൾക്ക് അല്ലെ. ആ സെർച്ച് ചെയ്യുന്ന ലൊക്കേഷനുകൾ ഏതാണെന്ന് നമുക്ക് അറിയണം. അങ്ങനെ ഒരു കമാൻഡ് നമുക്ക് അവിടെ ആഡ് ചെയ്യണമെങ്കിൽ പോലും അല്ലെ, ആ ഒരു ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതേ എക്കോ കമാൻഡ് യൂസ് ചെയ്യാം. ഇതുപോലൊരു വേരിയബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാത്ത്. നിങ്ങൾ വിൻഡോസിലെ എൻവയോൺമെന്റ് വേരിയബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലത്തെ ഒരു സംഭവമാണ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പാത്ത് വേരിയബിൾസ് എന്ന് പറയും. അപ്പം ഈ ഒരു പാത്ത് വേരിയബിൾസിലുള്ള സാധനങ്ങളെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിൻഡോസ് ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലും അങ്ങനെയാണ്, CMDയിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിവേ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഇത് കേൾക്കുക. പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൂൾസ് അല്ലെങ്കിൽ നമ്മുടെ പാക്കേജസ് ഇരിക്കുന്ന ലൊക്കേഷനുകളുടെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോൾ എക്കോ പാത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഒത്തിരി സംഭവം വന്നു, കണ്ടോ? യൂസറിലെ ലോക്കലിലെ എസ്ബിന്നിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിലുള്ള ടൂളുകളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബിന്നിലുള്ള ടൂളുകളെ നമുക്ക് ആക്സസ് ചെയ്യാം. ബിന്നിലുള്ളത്, യൂസറിൽ ബിന്നിലുള്ളത്, വെറും ബിന്നിലുള്ളത്, വെറും ബിന്നിലുള്ളത്, അങ്ങനെ ഗെയിംസിലുള്ളത്, യൂസർ ഗെയിംസിലുള്ളത്. അപ്പൊ ഇത്രയും വേരിയബിൾസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ ആഡ് ചെയ്യാം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ലൊക്കേഷനുകളിൽ ഇപ്പൊ ഈ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും നമ്മുടെ എൻകാൽ ഇരിക്കുന്നത്. എൻകാൽ എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്ന ടൂൾ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻകാൽ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, ഈ ഒരു ഡയറക്ടറിയിൽ ഏത് ഡയറക്ടറിയിലാണ് എൻകാൽ എന്ന് പറയുന്ന ടൂൾ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് വെച്ചു. ഞാനപ്പം യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് വിച്ച് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. വിച്ച് എൻകാൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഡിസ്പ്ലേ ആകുന്നത് അതിരിക്കുന്ന ലൊക്കേഷൻ ഏതാണോ അതാണ്. അതായത് യൂസർ ബിൻ എൻകാൽ. അതായത് ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു കമാൻഡ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. ഞാൻ ഇതിനെ റൈറ്റിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഓപ്പൺ ചെയ്തു ഈ ഒരു ഫോൾഡറിനെ. എന്നിട്ട് ഞാൻ ഫയൽ സിസ്റ്റത്തിൽ പോയി ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ടാക്കി. ഇവർ പറഞ്ഞിരുന്ന ലൊക്കേഷൻ യൂസറിനകത്ത് നോക്കിയാൽ മതി. യൂസറിനകത്ത് ബിന്നിനകത്ത് ആണ് എൻകാൽ ഇരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. എൻകാൽ എന്ന് സെർച്ച് ചെയ്തു. എൻകാൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കണ്ടോ, എൻകാൽ എന്ന് പറഞ്ഞ ഒരു ചക്രം കിടക്കുന്നത്. ആ ഒരു സാധനമാണ് അവിടെ അപ്പം റൺ ആവുന്നത്. സോ ഈ ഭാഗത്താണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിരിക്കുന്ന സാധനങ്ങളെ എനിക്ക് ഡയറക്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഈ ടിൽഡേ എന്ന് പറയുന്നത് നമ്മുടെ ഹോമിനെ സൂചിപ്പിക്കുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് മാത്രമല്ല നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ പിക്ചേഴ്സ് ഫോൾഡറിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെല്ലാം ആക്ച്വലി ഈ ഒരു ടെർമിനലിൽ വെച്ചിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. ഈ പറയുന്ന ലൊക്കേഷനുകളോട്ടെല്ലാം നമുക്ക് മാറാൻ പറ്റും. അതൊക്കെ നമുക്ക് വേറെ കമാൻഡുകൾ ഉണ്ട് അതിന് വേണ്ടി. അതൊക്കെ നമുക്ക് ഇനിയും വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, അപ്പം അങ്ങനെ മാറിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എവിടെ നിന്ന് ചെയ്താലും നമുക്ക് ഈ ഒരു എൻകാൽ എന്ന് പറയുന്ന സാധനത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം അത് പാത്ത് വേരിയബിളിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു സാധനത്തിന് ഫെച്ച് ചെയ്യുന്നത്, അതായത് കമാൻഡുകളെ ഫെച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സൈബർ ക്ലബ് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ കൊടുത്തു. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? യൂസർ ലോക്കൽ ബിന്നി നോക്കും ഉണ്ടോ ഇല്ല, യൂസർ ലോക്കൽ ബിന്നി നോക്കും ഉണ്ടോ ഇല്ല, അങ്ങനെ ഈ പറയുന്ന എല്ലാത്തിലും നോക്കും, ഗെയിംസിൽ വരെ നോക്കും. ഒന്നിലും കണ്ടില്ല എങ്കിൽ മാത്രമേ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് നമുക്ക് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതേസമയം ഇത് കാലിയുടെ റിപ്പോസിറ്ററിയിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. യെസ് ഓർ നോ, മറ്റേ മുമ്പേ കണ്ട ആ ഒരു സംഭവമായിരിക്കും ചോദിക്കുന്നത്. എൻകാലിന് ചോദിച്ച അതേ സംഭവമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും. അപ്പൊ എനിവേ, ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കമാൻഡുകളെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കാലി ലിനക്സ് അല്ലെങ്കിൽ ഏത് ലിനക്സും ആയിക്കോട്ടെ, അങ്ങനെയാണ് കമാൻഡുകളെ ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വിച്ച്
എന്ന് പറയുന്ന ആ ഒരു കമാൻഡ്, വിച്ച് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് ഏതാണ് ലൊക്കേഷൻ, ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത്. ആ വിച്ച് എന്ന് പറയുന്ന കമാൻഡ് എവിടെ ഇരിക്കുന്നതെന്ന് വിച്ച് വെച്ച് ഞാൻ സെർച്ച് ചെയ്യാമെന്ന് വെച്ചു. അതും യൂസർ ബിന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം ഇത്രയും പറഞ്ഞു. അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എൻകാൽ എനിക്ക് 2024 ഞാൻ കൊടുത്തു ഇല്ലേ? അപ്പൊ 2024 ഈ ഒരു കലണ്ടറാണ് എനിക്ക് ഡിസ്പ്ലേ ആയത്. ഈ 2024 എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആണ്. ഓക്കെ, എൻകാൽ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അതിന് ഞാൻ ആദ്യം ഒരു ഇൻപുട്ട് കൊടുത്തു. എനിക്ക് ഇൻപുട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കലണ്ടറിന്റെ കമാൻഡിന് എനിക്കൊരു ഇൻപുട്ട് കൊടുക്കാം. അതേസമയം എനിക്ക് 2 ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 2024 ആറാമത്തെ മാസം എനിക്ക് പ്രിന്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. അതായത് ജൂൺ മാസം എനിക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ 6/2024 2 ഇൻപുട്ട് ഞാൻ കൊടുത്തു. സോ എനിക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യണം. ഫോർമാറ്റ് ഒക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാം. എനിവേ 2 ഇൻപുട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. സോ ഒരു കമാൻഡിന് ഒന്നെങ്കിൽ എനിക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, അല്ല എങ്കിൽ എനിക്ക് അതിന് എന്തെങ്കിലും ഒരു സ്വിച്ച് കാണും. സ്വിച്ച് എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ -y എന്ന് കൊടുത്താൽ അതൊരു സ്വിച്ച് ആണ്. എൻകാൽ -y എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വിച്ച് ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ -y കൊടുത്തു 2025 എൻ്റെ കലണ്ടർ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. പറഞ്ഞു മനസ്സിലായോ? എനിക്ക് ചില കമാൻഡുകളിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ കമാൻഡുകളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, അപ്പം ഈ ഒരു 3 കാര്യങ്ങളായിരിക്കും വരുന്നത്: കമാൻഡ്, ഇൻപുട്ട്, സ്വിച്ച്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന എല്ലാ സാധനങ്ങൾക്കും ഈ ഒരു 3 സാധനമായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഇതിപ്പോ EST-യിലാണ് കിടക്കുന്നത്. എനിക്ക് യൂണിവേഴ്സൽ ടൈം ഫോർമാറ്റിൽ കാണണമെങ്കിൽ -u എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ UTC കാണും. കണ്ടോ? പറഞ്ഞു മനസ്സിലായോ? സോ അങ്ങനെയാണ്. അപ്പം ഓരോ കമാൻഡുകൾക്കും ഓരോ സ്വിച്ചുകളുണ്ട്. ഇപ്പൊ എനിക്ക് ഈ സ്വിച്ചിനെ വേറെ രീതി കൊടുക്കാം. യൂണിവേഴ്സൽ എന്ന് ഞാൻ കൊടുത്താലും എനിക്ക് UTC ഫോർമാറ്റിൽ ഈ സാധനം ഡിസ്പ്ലേ ആയിപ്പിച്ച് വരും. പറഞ്ഞു മനസ്സിലായോ? അത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അതേസമയം ഞാൻ ഇതിനെ DATE എന്ന് ഞാൻ കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. പറഞ്ഞു മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ കാലി ലിനക്സ് അല്ലെങ്കിൽ ലിനക്സിന്റെ ടെർമിനൽ എന്ന് പറയുന്നത് കീ സെൻസിറ്റീവ് ആണ്. ഞാൻ സ്മോൾ ലെറ്റർ D അടിച്ചാൽ മാത്രമേ എനിക്ക് ഡേറ്റ് ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഞാൻ ഇവിടെ ഇപ്പം ഇപ്പൊ T ഞാൻ ക്യാപിറ്റൽ ആക്കി കഴിഞ്ഞാലും എനിക്കത് വർക്ക് ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം പോയി സെർച്ച് ചെയ്യുന്നത് ആ ഒരു പാത്തിലായിരിക്കും. ആ പാത്തിൽ ഈ ഒരു കൊടുക്കുന്ന ആ സാധനം തന്നെ ആയിരിക്കും ഇട്ട് സെർച്ച് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചില്ല എങ്കിൽ ദാറ്റ്സ് ഇറ്റ്, പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു കമാൻഡ് ഇല്ല. അപ്പൊ ഇതിപ്പം കാല് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഈ ഒരു യൂട്ടിലിറ്റിയിലുണ്ട്, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്, ഡിഡ് യു മീൻ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിനെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഒരു കമാൻഡ് വെച്ചിട്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇല്ല ഈ സാധനം, പക്ഷെ അതുമായിട്ട് സാമ്യമുള്ളതിനെ കാലി തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എല്ലാ ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസും ഇങ്ങനെ കാണിക്കണമെന്നില്ല. ഇതിപ്പോ കാലിയുടെ ഷെല്ലിന്റെ ഒരു പ്രത്യേകത, ഐ മീൻ ലൈക്ക് bash.rc ഫയൽ ഉണ്ട്, അതിന്റെ ഒരു പ്രത്യേകതയാണ്. എനിവേ, അതിനെപ്പറ്റി നമ്മൾ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ച്വലി ഡിസ്പ്ലേ ആവുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ കൺട്രോളിൽ ഞെക്കിയിട്ട് ഇത് ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ എന്നിട്ട് ജസ്റ്റ് എക്സിറ്റ് ചെയ്യുകയാണ്. സോ ഒന്നുകൂടെ എക്സിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എനിവേ, അത് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ബാഷ് എന്ന് പറഞ്ഞൊരു ഷെല്ലിലോട്ട് കയറിയായിരുന്നു. അതുകൊണ്ടാണ്. എനിവേ, 2 എക്സിറ്റ് അടിച്ചു. എന്തായാലും അത് ക്ലോസ് ആയി. സോ ഇപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ബേസിക്കലി എങ്ങനെയാണ് കമാൻഡുകൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഷെല്ലും ടെർമിനലും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കാണുക. ഇത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എന്താണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനിയും വരുന്ന വീഡിയോകളൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇച്ചിരി ഇന്ററാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. സോ ഹാപ്പി ഹാക്കിംഗ്. ബൈ. സോ ആക്ച്വലി ഇതൊരു ബോണസ് സെഷൻ പോലെയാണ്. അതായത് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ലൈക്ക് എന്താ നിങ്ങളുടെ ഈ ഒരു ലിനക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, ലൈക്ക് വെർച്വൽ മെഷീൻസ് ഓടില്ലായിരിക്കും, ചിലപ്പോൾ അത്ര സ്പെക്ക് കാണില്ല. ഓക്കെ, നിങ്ങൾ 4 GB റാമിലായിരിക്കും ഓടുന്നത്, ചിലപ്പോൾ 8 GB അത്ര നന്നായിട്ട് വരുന്നില്ലായിരിക്കും, സ്റ്റക്ക് ആവുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സ് റൺ ചെയ്യിക്കാൻ ഒരു
സിമ്പിൾ വഴിയുണ്ട്. ലൈക്ക് ടെർമിനൽ മാത്രം കിട്ടും. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഗൂഗിൾ ക്ലൗഡ് ഷെൽ എന്ന് വിളിക്കും. സോ അതെങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് വെച്ചാൽ ബ്രേവിൽ ജസ്റ്റ് കയറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൗസർ എടുത്തിട്ട് അതിൽ കയറുക. എന്നിട്ട് അവിടെ ഗൂഗിൾ ക്ലൗഡ് ഷെൽ എന്ന് സെർച്ച് ചെയ്യുക. ക്ലൗഡ് ഷെൽ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ വായിക്കേണ്ടവർക്ക് വേണമെങ്കിൽ വായിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞ് മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ ഇങ്ങനെ ആക്ടിവേറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞ് താഴെ ഒരു സംഭവം വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ് എന്ന് പറഞ്ഞ് വരും. ജസ്റ്റ് അക്നോളജ് ഞെക്കുക. അപ്പം പ്രൊവിഷനിങ് യുവർ ക്ലൗഡ് ഷെൽ മെഷീൻ ഇങ്ങനെ കണക്റ്റ് ആകുന്നത് പോലെ കാണിക്കും. ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുൾ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി അതിനെ കാണാൻ പറ്റും. ദേ ഇപ്പം കാണുന്ന പോലെ ഞാൻ F11 ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിട്ട് എനിക്കിതിനെ വിസിബിൾ ആവും. സോ ഇവിടെ എനിക്ക് വേണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ എക്കോ, ഹലോ വേൾഡ്, അതുപോലത്തെ എല്ലാ കമാൻഡുകളും ആക്ച്വലി എനിക്കിവിടെ റൺ ചെയ്യിക്കാൻ പറ്റും. സോ അത് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ അടിച്ച കമാൻഡ് തെറ്റിപ്പോയി. ഓക്കെ, എക്കോയുടെ മുന്നേ ഒരു ടിൽഡയും കൂടെ വന്നു, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാൻ. ഞാൻ എക്കോ ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് പ്രിന്റ് ആവും, കണ്ടോ? ഓക്കെ, ഇതിപ്പോൾ സൈബർ ക്ലബിൻ്റെ മെയിലിൽ നിന്ന് കയറിയിരിക്കുന്നതുകൊണ്ടാണ് സൈബർ ക്ലബ് അറ്റ് ക്ലൗഡ് ഷെൽ എന്ന് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങളുടെ മെയിലാണെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID യുടെ തുടക്കമായിരിക്കും, ആക്ടിന് മുന്നേ ഉള്ള പേരായിരിക്കും വരുന്നത്. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഷെല്ല് ആക്ച്വലി ക്ലോസ്ഡ് ആവും. ഇപ്പം ഞാൻ F11 നിന്ന് വെളി വരികയാണ്, ഇത് ക്ലോസ് ചെയ്യുകയാണ്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് അഥവാ ഇല്ല നിങ്ങളുടെ കയ്യിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്.